السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألف لام ميم. الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان إن الذين كفروا بآيات الله لهم عذاب شديد والله عزيز ذو انتقام. إن الله لا يخفى عليه شيء في الأرض ولا في السماء والذي يصبركم في الأرحام كيف يشاء لا إله إلا هو العزيز الحكيم. صدق الله العظيم. പ്രിയമുള്ളവരെ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. തൊട്ടടുത്ത അധ്യായം സൂറ ആൽ ഇംറാനാണ് ഇനി നമ്മൾ പഠിക്കാൻ വിചാരിക്കുന്നത്. 200 ആയത്തുകളാണ് ഈ അധ്യായത്തിലുള്ളത്. അത് അൽ ബഖറ പഠിച്ചു കഴിഞ്ഞവർ എന്ന സ്ഥിതിക്ക് ആൽ ഇംറാൻ പഠിക്കുക വളരെ എളുപ്പമായിരിക്കും. കുറെ പദങ്ങളൊക്കെ ആവർത്തിച്ചു വരും. ഇതിനകം പഠിച്ചു കഴിഞ്ഞ പദങ്ങൾ പിന്നീട് ഇനി വിശദീകരിക്കേണ്ടതുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടി വേഗതയിൽ പോകാനാകുമെന്ന് നമ്മൾ വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് പോയി നോക്കാം. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായമാണ് ആൽ ഇംറാൻ. 1 അൽ ഫാത്തിഹ, 2 അൽ ബഖറ, 3 ആൽ ഇംറാൻ. അസ്സഹ്റാവൈൻ എന്നാണ് അൽ ബഖറയെയും ആൽ ഇംറാനെയും ചേർത്ത് അതിന്റെ ഫضല് പറഞ്ഞിട്ടുള്ളത്. അസ്സഹ്റാവൈൻ. അപ്പോ നിങ്ങൾ സഹ്റാവൈൻ പാരായണം ചെയ്യുക. പരലോകത്ത് വലിയ പറവക്കൂട്ടങ്ങൾ കണക്കെ, മേഘം കണക്കെ ഒക്കെ നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരുമാതിരിപ്പെട്ട കുറെ വിഷയങ്ങൾ ഇതില് വന്നു പോകുന്നുണ്ട്. അൽ ബഖറയും ആൽ ഇംറാനും പഠിച്ചാൽ തന്നെ വലിയ കുറെ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു പ്രത്യേകതകൾ, അതിന്റെ പ്രാധാന്യം ഒക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. മദനിയായ അധ്യായം തന്നെയാണ് ആൽ ഇംറാൻ. ഹിജ്റയ്ക്ക് ശേഷം ഇറങ്ങിയതാണ്. ഒറ്റ സമയത്ത് ഇറങ്ങിയതല്ല എന്ന് പറഞ്ഞാൽ ആദ്യാവസാനം ഒരേ സമയത്ത്
ഇറങ്ങിയിട്ടുള്ളതല്ല. ഇത് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ ഇറങ്ങിയതാണ്. എന്ന് മാത്രമല്ല, ദീർഘമായ ഒരു കാലയളവ് ഈ സൂറത്തിലെ വ്യത്യസ്ത ആയത്തുകൾ തമ്മിലുണ്ട്. ഹിജറ 2-ാം വർഷം ഇറങ്ങിയതുണ്ട്, ഹിജറ 9-ാം വർഷം ഇറങ്ങിയതുണ്ട്. അങ്ങനെ എപ്പോഴും ഇറങ്ങിയതാണെങ്കിലും ആലുംറാൻ തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അത് ഇന്നയിടത്ത് വെക്കണം, ഇന്ന ആയത്തിന് ശേഷം വെക്കണം, ഇന്ന ആയത്തിന് മുമ്പ് വെക്കണം എന്നതൊക്കെ അള്ളാഹു തആല തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അറിയിച്ചു കൊടുക്കുകയും അങ്ങനെ ഇത് ക്രോഡീകരിക്കപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. 200 ആയത്തുകൾ ഉള്ള വലിയ ഒരു സൂറത്താണിത്. പക്ഷെ അൽ-ബഖറ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ സൂറത്ത് എന്ന് പറയാൻ പറ്റൂല. കാരണം ഇതിനേക്കാൾ ആയത്തുകളുള്ള വേറെ അധ്യായങ്ങളുണ്ട്. പക്ഷെ അത് ചെറിയ ചെറിയ ആയത്തുകളാണ്. ഷൂറ, സൂറത്ത് ഷൂറ ഒക്കെ ഇതിനേക്കാൾ ആയത്തിൽ എണ്ണമുണ്ട്. ചെറിയ ചെറിയ ആയത്തുകളാണെങ്കിലും ഇതിനേക്കാൾ എണ്ണം അതിലുണ്ട്. അപ്പൊ എണ്ണം കൊണ്ട് ഇതിനേക്കാൾ വലിയ കുറെ ആയത്തുകളുള്ള അധ്യായങ്ങളുണ്ട് എന്നർത്ഥം. അൽ-ഫാത്തിഹ, അൽ-ബഖറ, ആൽ-ഇംറാൻ ഇങ്ങനെ 3-ാമത്തെ സ്ഥാനമാണ് മുസ്ഹഫിൽ, ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുക. ആൽ-ഇംറാൻ എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ്. നമ്മൾ സാധാരണ സ്വലാത്ത് ചെല്ലുമ്പം ചെല്ലാറുണ്ട്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അപ്പൊ അത് നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ആൽ. എന്ന് പറഞ്ഞാൽ കുടുംബം എന്നാണ്. അപ്പൊ ഇമ്രാന്റെ കുടുംബം എന്നാണ് ആല് ഇമ്രാൻ. അത് ഈ അധ്യായത്തിൽ വരുന്നുണ്ട്. അത് ഏതാണ് കുടുംബം, എങ്ങനെയാണ് അത് എന്നൊക്കെ അപ്പോൾ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ നമ്മൾ ആയത്തിലേക്ക് പ്രവേശിക്കാം. സൂറത്തുൽ ബഖറയിൽ ജൂത സമൂഹത്തെ കുറിച്ചാണ് കൂടുതൽ പറഞ്ഞത് എന്ന് നമുക്കറിയാം. എന്നാൽ ഈ അധ്യായത്തിൽ ക്രൈസ്തവ സമൂഹത്തെ കുറിച്ച് ധാരാളം പറയുന്നുണ്ട്. അപ്പൊ എന്തിനാണ് ഇസ്ലാം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഖുർആൻ പഠിക്കുന്ന ഒരാൾ ജൂതരെ കുറിച്ച് പഠിക്കുന്നത്? എന്തിനാണ് ക്രൈസ്തവരെ കുറിച്ച് പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഒരാൾ ഇസ്ലാമിനെ ശരിയായി അറിയണമെങ്കിൽ ഇസ്ലാം അല്ലാത്ത അതിന്റെ പരിസരത്തൊക്കെ ഉള്ള മറ്റിതര ജീവിത ദർശനങ്ങളെ കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നാണ്. അപ്പോൾ മറ്റ് മതങ്ങളെ സംബന്ധിച്ച് അറിയുക, പഠിക്കുക, മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് ഖുർആനിന്റെ തന്നെ ഒരു അധ്യാപനമായി നമുക്ക് കാണാൻ കഴിയും. പുതിയ കാലത്ത് മത താരതമ്യ പഠനം ശാഖകൾ ഒക്കെ ഉണ്ട്. അതൊക്കെ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. നമ്മളുടെ ഒരു സ്വഭാവം, നമ്മളൊരു ബഹുമത സമൂഹത്തിലാണ് ജീവിക്കുന്നത്. ബഹുമത സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും നമുക്ക് നമ്മുടേതല്ലാത്ത മതങ്ങളെ കുറിച്ചുള്ള അറിവ് വളരെ കുറവാണ്. വളരെ കുറവ് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറവാണ്. ഇപ്പൊ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുറവാണ്. നമുക്ക് ഹൈന്ദവരെ കുറിച്ച്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു മതവിശ്വാസികളാണ്. ഹൈന്ദവതയെ കുറിച്ച് നമുക്ക് വളരെ വളരെ കുറച്ചേ അറിയൂ. വളരെ കുറച്ചേ അറിയൂ. അതിന്റെ ഒരു കാരണം ഹൈന്ദവർക്ക് തന്നെ കുറച്ചേ അറിയൂ എന്നുള്ളതാണ്. അവർക്ക് തന്നെ മതപഠന സംവിധാനം വ്യവസ്ഥാപിതമായിട്ടില്ലാത്തതിനാൽ, അതൊരു മതം തന്നെയല്ല എന്ന് അവർക്ക് വാദമുള്ളതിനാൽ ഒക്കെ
അവർക്ക് തന്നെയും അവരുടെ മതത്തെക്കുറിച്ച് അറിയില്ല, അവരെ കൂടെ ജീവിക്കുന്ന നമുക്കും അറിയില്ല. ക്രൈസ്തവതയെ കുറിച്ച് നമുക്ക് അത്രയും അറിയില്ല. നമ്മൾ ഏതൊരു ക്രിസ്ത്യാനിയെ കണ്ടാലും ഹാപ്പി ക്രിസ്മസ് എന്ന് അറിയും. കണ്ടാൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള, നമ്മളെപ്പോഴെങ്കിലും പരിചയപ്പെട്ട, നമ്മൾ എവിടെന്നെങ്കിലും പരിചയപ്പെട്ട ഒരാൾ ക്രിസ്ത്യാനിയായിട്ട് നമ്മുടെ ഫോൺ ലിസ്റ്റിലുണ്ടെങ്കിൽ ക്രിസ്മസ് വന്നാൽ ഞങ്ങൾ ഉടനെ ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ് എന്നൊക്കെ അയക്കും. ഹാപ്പി ക്രിസ്മസ് തന്നെ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ ക്രൈസ്തവരും ക്രിസ്തുമസ് ആഘോഷിക്കുന്നില്ല. ക്രിസ്തുമസ് ആഘോഷിക്കാത്ത ക്രൈസ്തവരുണ്ട്. കുരിശ്, എല്ലാവരും കുരിശിനെ ആരാധിക്കുന്നില്ല. കുരിശ് ആരാധിക്കുന്നത് തെറ്റാണ് എന്ന് വിചാരിക്കുന്ന ക്രൈസ്തവ സഭകൾ ഉണ്ട്. അപ്പോ പലതരം ആളുകൾ, റോമൻ കാത്തലിക്സ് ആണ് കൂടുതലുള്ളത്, RC, പിന്നെ ഒരുപാട് സഭകളുണ്ട്. നമ്മുടെ ചിലപ്പുറത്ത് ഒരു ബിഷപ്പ് ഹൗസ് ഉണ്ട്, അവര് RC അല്ല, മാർത്തോമ ആണ്. അതേപോലെ CSI ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രതിമകൾ വെക്കുന്നവർ, പ്രതിമകൾ വെക്കാത്തവർ, യഹോവ സാക്ഷികൾ എന്ന് പറഞ്ഞിട്ടുണ്ട്, പെന്തക്കോസ്റ്റ് ഉണ്ട്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ 10-200 സഭകൾ കേരളത്തിൽ തന്നെ ഉണ്ട്, ലോകത്തിലല്ല, കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ അവരിൽ വ്യത്യസ്തമായ ചിന്താ രീതികൾ, ആഘോഷങ്ങൾ, പരിപാടികളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളോട് സംസാരിക്കുമ്പോൾ ചിലപ്പോ നമ്മളെ ഹൈന്ദവ സഹോദരന്മാര് നമ്മളോട് സംസാരിക്കുമ്പോ നമ്മളോടൊരു ഒരു ഒരു അനുഭാവം പ്രകടിപ്പിക്കാൻ വേണ്ടി ചിലപ്പോ അവര് പറയും, എന്റെ വല്യച്ഛനൊക്കെ എപ്പോഴും പറമ്പുപള്ളിയിലൊക്കെ പോകാറുണ്ടായിരുന്നു എന്നൊക്കെ പറയും. അത് അവര് പറയണ എന്തിനാന്ന് വെച്ചാല് നമ്മളോടൊരു അനുഭാവമുള്ള ആളായിരുന്നു എന്ന് ഈ കേൾക്കണോ ഒറ്റ വയസ്സും പോലും പറമ്പുള്ളി പോയിണ്ടാവില്ല, കാരണം അവിടെ പോകുന്ന ഒരാളായിരിക്കില്ല. പക്ഷെ അവരെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യമായിട്ടാണ് അവരെടുത്ത് പറയുന്നത്. അപ്പൊ അല്ല, അത് പിന്നെ ശരിയാന്ന് വിചാരിക്കാം. ഇത് തെറ്റായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നവര്, നബിദിനാശംസ നമുക്ക് വലിയ കാര്യമായിട്ട് പറയുന്നവരുണ്ട്. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ അറിയാത്തത് കൊണ്ടാണ്. പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യന്മാരാണെങ്കിൽ കേരള സർക്കാർ കലണ്ടറിൽ ഈദ് ഉൽ ഫിത്തർ 1-നാണ് റംസാൻ എഴുതി വെച്ചിട്ടുണ്ടാവുക. മറ്റേതൊക്കെ പിന്നെ മനുഷ്യന്മാര് വ്യക്തികളുടെ അറിവില്ലായ്മ നിൽക്കാന്ന് വിചാരിക്കാം. അപ്പൊ റംസാൻ എന്ന് പറയുന്നത്, ഈദ് ഉൽ ഫിത്തർ എന്ന് പറയുന്നത് ശവ്വാൽ മാസത്തിൽ 1-ാം തീയതിയാണെന്നും അതിന് മുന്നേ കഴിഞ്ഞു പോയൊരു മാസത്തിന്റെ പേരാണ് റമദാൻ എന്നും മനസ്സിലാവാത്തത് കൊണ്ടാണ് ചെറിയ പെരുന്നാളിന് റംസാൻ ആശംസകൾ എന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, കൂടെ ജീവിക്കുന്നു എന്ന് പറഞ്ഞാലും ഇടപഴകുന്നു എന്ന് പറഞ്ഞാലും നമ്മൾ തമ്മിലൊക്കെ ഉള്ള അറിവുകേടിന്റെ ആഴം വളരെ വലുതാണ്. അറിഞ്ഞൂടാ എന്താണ്. പിന്നെ അതിന്റെ കൂടെ ബോധപൂർവമുള്ള തെറ്റിദ്ധരിപ്പിക്കലുകൾ കൂടി ആകുമ്പോൾ അത് അപകടകരമായ ഒരു രീതിയിലേക്ക് മാറുന്നു. അങ്ങനെയാണ് ഹലാൽ വിവാദം, ഭക്ഷണത്തിൽ തുപ്പലാണ് ഹലാൽ എന്ന് പറഞ്ഞാൽ എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നൂറ്റാണ്ടുകളായിട്ട് ഒന്നിച്ചു കഴിയുന്ന ഒരു സമൂഹത്തിനിടയിൽ എങ്ങനെയാണ് തുപ്പൽ ജിഹാദ് എന്ന് പറയുമ്പോ അത് കാണാനും കേൾക്കാനും ഒക്കെ ആളുണ്ടാവുന്നത്? നമുക്ക് ഉടനെ പറയാൻ കഴിയണ്ടേ അങ്ങനെയല്ല ഹലാൽ എന്ന് പറഞ്ഞാൽ എന്ന്? അങ്ങനെ പറയാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ലവ് ജിഹാദ് ഉണ്ടായത്, അങ്ങനെ പലതും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ തമ്മിൽ അകലം ഉണ്ടാകുമ്പോഴാണ്. ഒന്നിച്ചാണ് കഴിയുന്നതെങ്കിൽ പോലും അകലം ഉണ്ടാകും. നമ്മുടെ ബാധ്യത അടുത്തു നിൽക്കാനും പരസ്പരം അറിയാനും ഉള്ള അവസരങ്ങൾ സൃഷ്ടിക്കണം എന്നതാണ്. ഞാൻ നിങ്ങൾ ഖുർആൻ പഠനവേദിക്കാരോട് പറയുന്നത്, ഖുർആൻ പഠനത്തിൽ 1-2 ദിവസം ഒരു സാമ്പിൾ എന്ന നിലയ്ക്ക് നിങ്ങൾ അവരെ കൂട്ടിക്കൊണ്ടുവരും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സൗഹൃദ ഖുർആൻ പഠന ക്ലാസ് നടത്താവുന്നതാണ്. അവരെ പങ്കെടുപ്പിച്ചിട്ട് ഒരു ഖുർആൻ ക്ലാസ്. എന്താണ് ഈ ഖുർആൻ ക്ലാസ്? അവരറിഞ്ഞോട്ടെ.
ചില പള്ളികളിലൊക്കെ സൗഹൃദ ജുമ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടത്തുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഗാലറി ഒരുക്കി അവരെ കൂട്ടിക്കൊണ്ടുവന്ന് നിസ്കാരം കാണിച്ചു കൊടുക്കുക, ജുമ കാണിച്ചു കൊടുക്കുക. അപ്പൊ അവരെ പ്രത്യേകം ക്ഷണിക്കുക, അവരിലെ നേതാക്കന്മാര്, അവരിലെ സംസാരം, അതായത് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കുക. അപ്പൊ ഈ പരസ്പരം അറിയുക എന്ന് പറയുന്നത്, ഇടപഴകുക എന്ന് പറയുന്നത് ശത്രുത ഇല്ലാതാക്കാനുള്ള വളരെ വലിയ ഒരു സംഗതിയാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 5-8 കൊല്ലമായിട്ട് നമ്മളിവിടെ അങ്ങനെ വന്നിരിക്കുന്നല്ല, ഞായറാഴ്ച നമ്മളിങ്ങനെ വന്നിരിക്കുന്നു. എന്തായിരിക്കും ഇപ്പൊ ഇവര് അവിടെ പഠിക്കണത് എന്ന ഒരു കൗതുകം സ്വാഭാവികമായിട്ടും ഉണ്ടാകാം. അപ്പൊ അത് അതേ സമയത്ത് നമ്മളൊരു ദിവസം അവരെയും കൂട്ടി വരുന്നു. എന്നിട്ട് നമ്മൾ വേറെ പ്രസംഗമൊന്നല്ല, അന്നും ഖുർആൻ ക്ലാസ് തന്നെ നടത്തുന്നു. ഇതാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന പുസ്തകങ്ങൾ അത് നമ്മളെ സഹോദരന്മാർക്ക് കാണിച്ചു കൊടുക്കുന്നു. ഇതാണ് മദ്രസയിൽ പഠിപ്പിക്കുന്നത്. നല്ല പൗരന്മാരാവുക, നമ്മുടെ സൽസ്വഭാവം, അയൽവാസികളോട് നല്ല ബന്ധം ഉണ്ടാവുക, ഇതൊക്കെ പഠിപ്പിക്കുന്നത് അവർക്ക് കാണിച്ചു കൊടുത്താൽ എന്താണ്? അപ്പൊ പരിശുദ്ധ ഖുർആൻ എന്താണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ ഇപ്പൊ ഖുർആൻ, ഇത് ഇപ്പോ പറയാനുള്ള കാരണം, ഖുർആൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഖുർആൻ എടുത്തോതുന്ന മനുഷ്യന്മാർക്ക് ആദ്യത്തെ മുഖദ്ദിമ, ഈ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ആദ്യം തന്നെ ജൂത സമൂഹവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി ക്രൈസ്തവ സമൂഹവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറയും. അപ്പോൾ കൊടുക്കൽ വാങ്ങലുകൾ, ആദാന പ്രദാനങ്ങൾ, പരസ്പരം അറിയൽ, താരതമ്യ പഠനം എന്നതിനൊക്കെ ഖുർആൻ മുന്തിയ പരിഗണന നൽകുന്നുണ്ട് എന്ന് കൂടി നമുക്ക് ഇതിൽ നിന്ന് കാണാൻ കഴിയും. പിന്നെ ഇതെല്ലാം തമ്മിൽ ബന്ധമില്ലാത്ത, ഒരിക്കലും എവിടെയും തമ്മിൽ സ്പർശിക്കാതെ വിട്ടുവിട്ടു പോകുന്നതല്ല. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരേ ഉറവിടത്തിൽ നിന്ന് വന്നതാണ്. ഇതെല്ലാം ഒരുപോലെ ഒന്നുമല്ല, അത് സർവമത സത്യവാദമാണ്, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല. എല്ലാം ഒന്ന് തന്നെയാണ്, എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ, അങ്ങനല്ല. പക്ഷെ എല്ലാം വന്നത് ഒരിടത്തു നിന്നാണ്, പല വഴിക്ക് തിരിഞ്ഞു പോയതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു യോജിപ്പ്, ഇതിന്റെ ഒരു സഹകരണം, അല്ലെ? ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വരൂ, നമുക്ക് പരസ്പരം യോജിപ്പുള്ള കാര്യങ്ങളിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കാം, സംസാരിക്കാം എന്നൊക്കെ പറയുന്നു. അപ്പൊ യോജിപ്പുള്ള ഒട്ടനേകം കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിൽ യോജിപ്പിന്റെ തലങ്ങൾ കണ്ടെത്താൻ കഴിയണം എന്നർത്ഥം. അപ്പൊ എവിടെ എവിടെ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നുവോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അകൽച്ചയാണ്, അറിവില്ലായ്മയാണ്, ദൂരെ നിന്ന് കാണലാണ്. നമ്മൾ ഇരുട്ടത്ത് നമുക്ക് പേടി എന്താണെന്ന് വെച്ചാൽ, അവിടെ എന്താ ഉള്ളത് നമുക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണല്ലോ. രാത്രി ഇരുട്ടത്ത് നടക്കാൻ നമുക്ക് ഭയമാണ്. എന്തുകൊണ്ടാണ്? അവിടെ എവിടെ കുണ്ടോ കുഴിയോ ഉള്ളെന്ന് അറിയില്ല, എവിടെയാണ് മുള്ളുള്ളത്, കുപ്പിച്ചില്ലുള്ളത്, പാമ്പുള്ളതെന്ന് അറിയില്ല. ഒരു ടോർച്ച് നല്ലതുണ്ടെങ്കിൽ നമുക്ക് ധൈര്യം വന്നു. എന്താ കാരണം? നമുക്ക് മനസ്സിലായി എവിടെ എന്താ ഉള്ളത്. ഇങ്ങനെ തന്നെയാണ് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു ടോർച്ച് അടിച്ചു നോക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും തമ്മ തല്ലാനുള്ള ന്യായമല്ല ഉള്ളത്, അടുക്കാനുള്ള ന്യായമാണുള്ളത് എന്ന് മനസ്സിലാവും. ശരി, ഇനി ഇതിന്റെ വാക്കർത്ഥത്തിലേക്ക് വരാം. ബാക്കി കാര്യങ്ങൾ അതാതിൻ്റെതായ നേരത്തും സമയത്തും നമുക്ക് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അലിഫ് ലാം മീം നമ്മൾ അൽ ബഖറ പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പുള്ള ചില സൂറത്തുകൾ പഠിച്ചപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പാരായണം നമ്മൾ പിശുക്ക് കാണിക്കാതെ ചെയ്യണം. അലിഫ് ലാം മീം. അപ്പം നല്ല നീട്ടി, നല്ല ഉഷാറാക്കി തന്നെ ഉച്ചരിക്കണം. ഇങ്ങനെയുള്ള വേറെയും ഉദാഹരണങ്ങളുണ്ട്. പറഞ്ഞോളൂ, ഉദാഹരണങ്ങൾ പറയും ഇതേപോലുള്ള. എങ്ങനെ യാസീൻ ഓതാൻ? ഓലിപ്പ ചെയ്തത് സാധാരണ നാട്ടുകാർ ചെയ്യുന്ന ഒരു രീതിയാണ്, കാലങ്ങളായിട്ട് ശല്യം വരുന്ന ഒരു രീതിയാണ്. നിങ്ങൾ അങ്ങനല്ല ഓതണ്ടേ, നാട്ടുകാരങ്ങനെ ഓതിക്കോട്ടെ. നിങ്ങൾ ഓതനായിരുന്നു മതി. യാസീൻ അങ്ങനെ ഓതണ്ട്.
അല്ലാണ്ട് യാന്ന് നീട്ടി ശ്വാസം മുട്ടി അവസാനം സീനിന് ഉറക്കം നിർത്തരുത്. അത് നമ്മൾ ആമീൻ പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. വലല്ലാലിന്ന് ഇമാം പറഞ്ഞാല് പിന്നെ നമ്മൾ എല്ലാവരും കൂടി ഉറക്കെ വായ തുറന്നിട്ട് ആ ഉറക്കെ പറഞ്ഞ് പേടിപ്പിക്കും. മനസ്സിലായത്? ആമീൻ. അങ്ങനെയാണ് ആദ്യം മുതൽ തുടങ്ങേണ്ടി വരും അല്ലേ? യാസീൻ. കാരണം സീൻ എന്നാണ് നീട്ടാനുള്ളത്. യാ നിന്റെ നീട്ടും. യാസീൻ. ആ അതേപോലെ അലിഫ് ലാം മീം. ലാം മീം. അങ്ങനെ. ഇനി അലിഫ് ലാം റോ. റോ അവിടെ നീട്ടാനൊന്നും അധികമില്ല. അപ്പൊ അങ്ങനെ വന്നിട്ടുള്ള കുറെ അല്ലെ? അപ്പൊ ഓരോന്നിനും അതിൻ്റെതായ ദൈർഘ്യം. അവിടെ നമ്മൾ പിശുക്ക് കാണിക്കരുത്. എല്ലാം അതാതിൻ്റെതായ ഭംഗിയിൽ തന്നെ ഓതണം. ആകർഷകമായിരിക്കണം. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ട് ആ പാരായണം തന്നെ ആകർഷകമായിട്ട് അനുഭവപ്പെടണം. ഖുർആനിന്റെ വക്താക്കളാകണം. അതിനോട് അടുപ്പമുണ്ടാകണം. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അലിഫ് ലാം മീം. ഹുറൂഫുൽ മുഖത്തആത്ത്, ഒറ്റപ്പെട്ട അക്ഷരങ്ങളാണിത്. ഖുർആനിൽ വേറെയും ഉദാഹരണങ്ങൾ അതിലുണ്ട്. അതില് എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് ഒരുപാട് ചർച്ചകളുണ്ട്. ആ ചർച്ചകൾ വിശദമായി നടത്തിയതിന് ശേഷം പണ്ഡിതന്മാര് പറയും അല്ലാഹു അഅലം. ഒരുപാട് ചർച്ച ചെയ്തതിന്റെ ശേഷം അവസാനം അല്ലാഹു അഅലം. മൊത്തത്തിൽ എല്ലാ അഭിപ്രായങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അവസാനം നമുക്ക് മനസ്സിലാവും നമുക്കത് അറിയില്ല. അതിന്റെ അർത്ഥം എന്താന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ഖുർആനിൽ നിന്ന് ഹിദായത്ത് കിട്ടാൻ, അതിൽ നിന്ന് വെളിച്ചം കിട്ടാൻ, അതിൽ നിന്ന് തെളിച്ചം കിട്ടാൻ അതിന്റെ അർത്ഥം അറിയണമെന്നില്ല. പിന്നെ ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ധാരാളക്കണക്കിന് വിമർശനങ്ങൾ ഖുർആനിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. ഇപ്പൊ മുഹമ്മദ് നബി കെട്ടിയുണ്ടാക്കിയതാണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും ഇതെന്താണ് കുറെ അർത്ഥറിയാത്ത അക്ഷരങ്ങൾ ഇങ്ങനെ പറയുന്നു എന്ന് ആരും ചോദിച്ചിട്ടില്ല. ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ വിമർശന വിധേയമായ ഖുർആൻ ഇത്തരം അക്ഷരങ്ങളുടെ പേരിൽ വിമർശിക്കപ്പെട്ടിട്ടില്ല, ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല എന്നതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പരിചിതമായിരുന്ന ഒരു ശൈലി ആയിരുന്നു ഇത് എന്നതാണ്. അതുകൊണ്ടാണ് അവരൊന്നും പ്രത്യേകിച്ച് ഇതിനെ പറ്റി പറയാത്തത്. ഇത് സിറുൽ ഖുർആൻ, ഖുർആനിന്റെ രഹസ്യ കോഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു അഅലം, നമുക്കറിയില്ല. ഒരു പക്ഷേ വരും കാലത്ത് ഇത്തരം സംഗതികളെ കുറിച്ചുള്ള ഗവേഷണങ്ങളൊക്കെ തുടരുന്ന ഏതൊരു സമയത്ത് വേറെയും ചില നിഗമനങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞേക്കാം, നമുക്കറിയില്ല. നമ്മൾ മലയാളത്തിൽ തന്നെ പാട്ടൊക്കെ പാടുമ്പോൾ ചില അക്ഷരങ്ങൾ ആദ്യം പറയലില്ലേ? സരിഗമ പദനിസയിലെ ഏതെങ്കിലും അക്ഷരമൊക്കെ പറഞ്ഞിട്ട് ആദ്യം, അല്ലെങ്കിൽ പിന്നെ എന്ന് പറഞ്ഞിട്ട് പാട്ട് തുടങ്ങൂലേ? അപ്പൊ അതൊക്കെ അതിനൊന്നും അർത്ഥം ഉണ്ടായിട്ടില്ല, പക്ഷെ അത് ഈണമായിട്ട് ബന്ധപ്പെട്ട. ഖുർആൻ വളരെ സാഹിത്യ ഭംഗിയുള്ള ഒരു സൃഷ്ടിയാണെന്ന് നമുക്കറിയാമല്ലോ. വളരെ സാഹിത്യ ഭംഗിയുള്ളതാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ചെറിയൊരു സൂറത്താണെങ്കിലും
ദാലിലാണ് അവസാനിക്കുന്നത് എല്ലാ അക്ഷരങ്ങളും. അങ്ങനെ പ്രാസഭംഗി നമുക്ക് കാണാൻ പറ്റും ഖുറാനിൽ. അപ്പോ അവസാനിക്കുന്ന അക്ഷരങ്ങൾ ഒരേ അക്ഷരങ്ങളാവുക എന്നൊക്കെ പറയുന്ന ഒരു കാവ്യ സൗകുമാര്യത ഖുറാനിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആയിരിക്കാം ഇത്. ഇനി ആകെ മൊത്തം ഈ പറയുന്ന അക്ഷരങ്ങൾ ഈ സൂറത്തിനെ പ്രതിനിധീകരിക്കുന്ന എന്തെങ്കിലും കോഡായിരിക്കാം എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഖുർആൻ പഠിതാക്കൾ എന്നുള്ള നിലയിൽ ആ കാര്യത്തെ കുറിച്ച് കണ്ടമാനം ആലോചിക്കാതിരിക്കലാണ് നല്ലത്. കാരണം അതിന് ശേഷമുള്ളത് തന്നെ നമുക്ക് ധാരാളം മതിയായതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അൽ ബഖറ പഠിച്ചപ്പോൾ നമ്മൾ ഈ ആയത്ത് കേട്ടിട്ടുണ്ട്. ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയുടെ 255 ആയത്ത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇذനിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹു السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇത് എപ്പോഴും ചൊല്ലേണ്ടതാ. ഇത് അർത്ഥം അറിഞ്ഞ് ചൊല്ലുന്ന വീടുകളിൽ നിന്ന് ശൈത്താൻ ഓടി ഒളിക്കും എന്നുണ്ട്. അപ്പൊ രാത്രി കിടക്കാൻ നേരത്തും പിന്നെ നമുക്ക് കഴിയുന്ന സമയത്തൊക്കെ ഇത് പാരായണം ചെയ്യണം കേട്ടോ. നിസ്കാരത്തിന് ശേഷമൊക്കെ പാരായണം ചെയ്യണം ആയത്തുൽ കുർസി. അത്രയും പ്രാധാന്യമുള്ളതാണ്. എന്തായാലും അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, ഇത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് തന്നെയാണ്. ലാ ഇലാഹ ഇലാഹില്ല ഇല്ലല്ലാ, അല്ലാഹു അല്ലാതെ. അതിനെയാണ് അല്ലാഹു, അല്ലാഹു ആകുന്നു. ലാ ഇലാഹ ഇലാഹില്ല ഇല്ലാ ഹുവ, അവനല്ലാതെ. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ഇലാഹില്ല അല്ലാഹു അല്ലാതെ. അത് തിരിച്ചു പറഞ്ഞു എന്നുള്ളൂ. അല്ലാഹു, അല്ലാഹു ആകുന്നു. ലാ ഇലാഹ ഇലാഹില്ല ഇല്ലാ ഹുവ, അവനല്ലാതെ. ഇത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്ന, ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാക്കാണ്. സംഘപരിവാറിന്റെ ആളുകൾ പറയുന്നു പള്ളിയിൽ വെച്ച് നമ്മൾ ഉച്ചത്തിൽ മുഴക്കുന്ന ബാങ്ക് അത്യന്തം പ്രകോപനപരമാണ് എന്ന്. എന്താണ് കാരണം? അള്ളാഹു അല്ലാത്ത ദൈവമല്ല എന്നാണ് ഈ വിളിച്ചു പറയുന്നത്. 33 കോടി ദൈവങ്ങളെ വിശ്വസിക്കുന്ന ഹൈന്ദവരും മറ്റിതര ദൈവങ്ങളെ വിശ്വസിക്കുന്ന ധാരാളം വിശ്വാസികളുമുള്ള ഒരു നാട്ടിൽ വന്നിട്ട് വേറെ ദൈവങ്ങളെല്ലാം നിഷേധിക്കുകയും ഒന്നും ദൈവമല്ല, ഞങ്ങൾക്ക് മാത്രമേ ദൈവമുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്നത് എന്തുമാത്രം പ്രകോപനപരമാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഇപ്പൊ TV ചർച്ചകളൊക്കെ വളരെ വ്യാപകമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ബാങ്ക് നിരോധിക്കണം, കാരണം ബാങ്ക് ഇങ്ങനെ ഉള്ള ഒരു കാര്യമാണ് എന്നാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ എന്താണ്? ഇതിലെന്തെങ്കിലും പ്രകോപനമുണ്ടോ? എന്താണ് പറയുന്നത്? ലാ ഇലാഹ, ദൈവമില്ല, ഇല്ലല്ലാ, സാക്ഷാൽ ദൈവമല്ലാതെ. നമുക്കും അറിയില്ല, സാക്ഷാൽ ദൈവമല്ലാതെ മറ്റു ദൈവമില്ല. മനുഷ്യന്മാരെ, നിങ്ങൾ ആരുടെ മുമ്പിലും തലകുനിക്കരുത്, നിങ്ങൾ ആർക്കും അടിമപ്പെടരുത്. നിങ്ങളെ അടിമകളാക്കി വെക്കാൻ ഇവിടെ ആർക്കും അവകാശമില്ല. സാക്ഷാൽ ദൈവത്തിന് മാത്രമേ നിങ്ങൾ അടിമപ്പെടാവൂ എന്ന് നമ്മൾ വിളിച്ചു പറയുന്നത്. ഇതിനേക്കാൾ വലിയ മാനവികത വേറെന്താണ്? നമ്മൾ വിളിച്ചു പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ പറയുന്ന സമത്വമാണ്. മനുഷ്യന്മാരെല്ലാവരും തുല്യരാണ്. ഒരാളും ദൈവമല്ല, ഒരാൾ യജമാനനല്ല, ഒരാൾ ഉടമയല്ല.
അപ്പൊ നമ്മൾ ഇക്വാലിറ്റിയാണ് ഈ വിളിച്ചു പറയുന്നത്. പക്ഷെ നമ്മൾ വിളിച്ചു പറയുന്നത് എന്താന്ന് ഞമ്മക്കും അറിയില്ല, കേൾക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ അവര് പറയുന്നത് അത് പ്രകോപനപരമാണ് എന്നാണ്. ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാഹ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൽക്കാലം സൗകര്യത്തിന് ദൈവം എന്ന് പറയാം. അതിന്റെ തൽക്കാലം പറയാന്ന് പറഞ്ഞാൽ അതിനല്ലാതെയും ഖുർആൻ ഇത് പ്രയോഗിച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ്. ആലിഹത്ത്, ഇലാഹുകൾ എന്നും പ്രയോഗിച്ചിട്ടുണ്ട്. ഫിർഔനിനെ ഇലാഹ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. ദേഹേച്ഛയെ ഇലാഹ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. റഅയ്ത മനിത്തഖദ ഇലാഹഹു ഹവാ, ദേഹേച്ഛയെ ഇലാഹാക്കുന്നവനെ നീ കണ്ടില്ലേ? ഹവാ, സ്വന്തം ഇഷ്ടം, തന്നിഷ്ടത്തെ ഇലാഹാക്കുക എന്ന് പറഞ്ഞാൽ തന്നിഷ്ടത്തെ ദൈവാക്കുക. ആരെങ്കിലും എന്റെ ഇഷ്ടം, എന്റെ താല്പര്യം, അതിനെങ്ങനെ ദൈവാക്കുക? അപ്പൊ തന്നിഷ്ടത്തെ ഇലാഹാക്കുന്നവനെ കണ്ടില്ലേ എന്ന് ചോദിച്ചാൽ തന്നിഷ്ടത്തെ പൂജിക്കുന്ന ആരും ഉണ്ടാവൂല, ആരാധിക്കുന്നവരുണ്ടാവൂല. അപ്പൊ അവിടെ ആരാധ്യൻ എന്ന് പറഞ്ഞാൽ അർത്ഥം ശരിയാവൂല. അപ്പോ ഇങ്ങനെ വിശാലമായ അർത്ഥത്തിൽ ഇലാഹ് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന ഏതർത്ഥം പരിശോധിച്ചാലും ആ അർത്ഥത്തിലെല്ലാം ഇലാഹായിട്ട് ഏകനായ ഇലാഹേ ഉള്ളൂ. അങ്ങനെ അല്ലാത്ത ഒരു ഇലാഹ് ഇല്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അറബികൾ സാക്ഷാൽ ഇലാഹിനെ സൂചിപ്പിക്കാനാണ് അൽ ഇലാഹ് എന്ന് പറയുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വാക്കല്ല അത്, നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കണതിന് മുമ്പ് മരിച്ചുപോയ വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നായിരുന്നു. വാപ്പാക്ക് ആ പേരിട്ടത് വാപ്പാന്റെ വാപ്പയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിട്ടില്ല, അന്ന് ജനിച്ചിട്ടില്ല ആ പേരിടുമ്പോ. അപ്പൊ റസൂലുള്ള കൊണ്ടുവന്ന പേരല്ല അള്ളാഹു എന്നത്, ആദ്യമേ തന്നെ അറബികൾക്ക് അറിയാവുന്ന പേരാണ്. അറബിക് ബൈബിളിലൊക്കെ അള്ളാഹു എന്നാണുള്ളത് ദൈവം എന്ന് പറയേണ്ട അടുത്ത്. എന്നാൽ അറബി ഭാഷക്ക് മുമ്പുള്ള ഭാഷകളിൽ, മറ്റ് വേദങ്ങളുടെ ഭാഷകളിൽ അള്ളാഹു എന്ന് കാണാനില്ല. എലോഹി എന്നൊക്കെ കാണുന്നുണ്ട്. ഇലാഹിന്റെ വേറെ ചില രീതികളാണ്. ഈ സെമിറ്റിക് ഭാഷകൾ തമ്മിൽ ചില സാദൃശ്യങ്ങൾ ഉണ്ടാകും. നമ്മളെ തമിഴും മലയാളമൊക്കെ തമ്മിൽ സാദൃശ്യമുള്ള പോലെ ദ്രാവിഡ ഭാഷകൾ തമ്മിൽ സാദൃശ്യമുണ്ട്, പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ്. ചൊല്ല് എന്ന് പറഞ്ഞാൽ തമിഴിലും മലയാളത്തിലൊക്കെ ചൊല്ല് തന്നെയല്ലേ. ഞാൻ ചൊല്ലട്ടുമാ എന്ന് ചോദിച്ചാൽ ഞാൻ ചൊല്ലട്ടെ എന്നാണ്, ഞാൻ പറയട്ടെ എന്നാണ്. അപ്പൊ ഞാൻ ചൊല്ലട്ടെ എന്ന് തന്നെ മലയാളത്തിൽ ചോദിച്ചാലും അത് മനസ്സിലാവും. കന്നഡ, തെലുങ്ക്, മലയാളം, തമിഴ് ഇതൊക്കെ തമ്മിൽ എന്തുണ്ട്, പല വാക്കുകളിലും ബന്ധങ്ങൾ കാണാൻ പറ്റും. ഉറുദു, ഹിന്ദി ഭാഷകൾ തമ്മിൽ അറിഞ്ഞുകൂടാത്തവന് ഇത് രണ്ടും ഏതാണെന്ന് മനസ്സിലാവില്ല. അവന് ഉറുദു ആണോ പറയണത്, ഹിന്ദി ആണോ പറയണത് മനസ്സിലാവില്ല. അത്രത്തോളം സാദൃശ്യം കാണാൻ പറ്റും. ഇതുപോലെ അരാമിക്, ഹിബ്രു, അറബി തുടങ്ങിയ ഭാഷകൾ തമ്മിൽ പല സാദൃശ്യങ്ങളും ഉണ്ട്. അപ്പൊ ഇലാഹ് എന്നതിന് ചിലപ്പോൾ ഏലോഹി എന്നായിരിക്കും പറയുന്നുണ്ടാവുള്ളൂ. സംഗതി എന്താണ്, അതിലൊക്കെ ഉണ്ട്. അപ്പൊ അറബി ഭാഷയുടെ പ്രത്യേകത അലിഫ് ലാം ചേർത്ത് പറയും ചില വാക്കുകളെ. ബുക്ക്, ദ ബുക്ക് എന്ന് പറയും പോലെ കിതാബ്, അൽ കിതാബ് എന്നാണ് പറയുക. അപ്പൊ ഗോഡ്, ദ ഗോഡ്. മലയാളത്തിൽ പക്ഷെ അതിന് നമുക്ക് അങ്ങനെ ഒരു സംഗതി പറയാൻ കിട്ടൂല. ഇംഗ്ലീഷ് ആണെങ്കിൽ ദ എന്ന് പറയാം, TH. ഗോഡ്, ദ ഗോഡ്. ബുക്ക്, ദ ബുക്ക്. പെൻ, ദ പെൻ. കാർ, ദ കാർ. അല്ലെ? സയ്യാറ, അസയ്യാറ. കിതാബ്, അൽ കിതാബ്. കലം, അൽ കലം. ഇലാഹ്, അൽ ഇലാഹ്. ഈ അൽ ഇലാഹ് എന്നതാണ് അള്ളാഹ് എന്ന് പറയുന്നത്. അള്ളാഹു എന്നതിന് ബഹുവചനം ഉണ്ടാവില്ല, പുല്ലിംഗോ സ്ത്രീലിംഗോ ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവില്ല. അത് അള്ളാഹു തന്നെയാണ്. ഇനി അള്ളാഹു എന്നാണോ പറയേണ്ടത്, അല്ലാഹു എന്നാണോ പറയേണ്ടത് എന്നുള്ള ചർച്ച ഉണ്ടായിരുന്നു. മലയാളത്തില്, കേരളത്തില് രണ്ട് സുന്നി പണ്ഡിതന്മാർ തമ്മിൽ ഒരു കാലത്ത്
വമ്പിച്ച ചർച്ച ഉണ്ടായിരുന്നു. അല്ലാഹു ആണോ അള്ളാഹു ആണോ? കാരണം എഴുതുന്നത് എന്താണ്? അല്ലാഹു എന്നാണ്. അള്ളാഹു എന്ന് എഴുതുന്നുണ്ടോ? പറയുമ്പോ അള്ളാഹു എന്ന് പറയും, എഴുതുമ്പോ അല്ലാഹു എന്ന് എഴുതും. എന്നാ പിന്നെ എഴുതണായിട്ട് തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ എന്നാണ് ചർച്ച. കാരണം അറബി ഭാഷയിൽ ലാ ഉണ്ടല്ലോ. എവിടെ എഴുതണം? മാഷ പറയും മലയാളത്തിൽ ലാ ഇല്ലാത്തോണ്ടല്ലോ. ലാ ഉണ്ടോ മലയാളത്തിൽ? ലാ അല്ലേ ഉള്ളത്? അള്ളാഹു എന്നാണോ? അതെന്താ? അപ്പൊ രണ്ടെണ്ണല്ല മൂന്നെണ്ണം ഇട്ടാലും അള്ളാഹു പോവോ? ഇല്ല. ലാ എന്നുള്ള അക്ഷരം മലയാളത്തിൽ ഇല്ല. അങ്ങനെ ലാ ഇല്ലാത്തതുകൊണ്ടാണ്. ഓരോ ഭാഷയിലും ഉള്ളതല്ലേ അതിലുണ്ടാവുള്ളൂ. മലയാളത്തില് ആപ്പിൾ ഉണ്ടോ? ആപ്പിൾ ഉണ്ടോ മലയാളത്തില്? ഇല്ല. എന്താ കാരണം? കേരളത്തിൽ ആപ്പിൾ ഇല്ല. അപ്പൊ ആപ്പിൾ ഉള്ള സ്ഥലത്തു നിന്നാണ് വന്നത്. അത് നമ്മളും പറയണം. ഇവിടെ ഇല്ലാത്തതിന് എങ്ങനെ നമ്മൾ പറയാൻ കഴിയില്ലല്ലോ. ഇല്ല, പറയാൻ കഴിയില്ല. അപ്പോ ചക്ക അതിന് അറബിയിൽ ഫനസ് എന്നാണ് പറയുന്നത്. പക്ഷെ ഫനസ് എന്ന് പറഞ്ഞാൽ അറബി ഇല്ല ശരി. അത് സംസ്കൃതത്തിൽ ഉള്ള ഒരു പദത്തെ അറബീകരിച്ചതാണ്. ഏതുപോലെ എന്ന് വെച്ചാൽ പായസം എന്ന് പറഞ്ഞാൽ മലയാളത്തിലുണ്ട്. ഇപ്പൊ ഉറുദു അത് സ്വീകരിച്ചിട്ടുണ്ട്. ഉറുദുവിൽ പായസം എന്ന് പറഞ്ഞാൽ പായസം തന്നെയാണ്. മലയാളത്തിൽ നിന്ന് അതങ്ങനെ സ്വീകരിച്ചത്. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് അങ്ങോട്ടും ഒക്കെ ധാരാളം കണക്കിന് സംഗതികൾ ഇപ്പോ VS മരിച്ചപ്പോ എല്ലായിടത്തും എഴുതി വെച്ചു വിട. വിട എന്ന് എഴുതി വെച്ചില്ലേ? എന്താണിത്? വിദ, ഹജ്ജത്തുൽ വിദ എന്നൊക്കെ പറയുന്നില്ലേ? വിദ ആണ് വിട. അപ്പൊ ഇങ്ങനെ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എടുക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഇവിടെയുള്ള ചർച്ച അല്ലാഹു ആണോ അല്ലാഹു ആണോ? നമ്മൾ എഴുതുന്നത് അല്ലാഹു എന്നാണ് അറബിയിൽ. അറബിയിൽ തന്നെ എഴുതുന്നത് അല്ലാഹു എന്നാണ്. മലയാളത്തിലത്തെ അല്ല, അറബിയിൽ. പക്ഷെ ലാ ഉണ്ടല്ലോ, രണ്ട് ലാ ഉണ്ട്. ഒന്ന് ത്വാ എന്നുള്ളതിന്റെ ഉള്ളിൽ കുത്തിട്ടാലും ലാ നാവും, സ്വാ എന്നുള്ളതിന്റെ ഉള്ളിൽ കുത്തിട്ടാലും ലാ നാവും. ഇങ്ങനത്തെ രണ്ട് ലാ അറബിയിൽ ഉണ്ടായിട്ടും, ഒന്ന് ലാ ആണ്, ഒന്ന് ലോ ആണ്. ഇത് രണ്ടും ഉണ്ടായിട്ടും അത് രണ്ടും ഇല്ലാതെ എഴുതുന്നത് എന്താണ്? അലിഫ് ലാം ലാം ഹ എന്നാണ് അള്ളാഹു എന്ന് എഴുതുന്നത്. എന്നിട്ട് നമ്മൾ അള്ളാഹു എന്ന് വായിക്കുന്നു. അവിടെയാണ് ഈ ചർച്ച ഉണ്ടാകുന്നത്. അപ്പൊ അള്ളാഹു എന്നാണ് വായിക്കേണ്ടതെങ്കിൽ അറബിയിൽ ലാ ഉണ്ടല്ലോ, അതിൽ എഴുതിയാ പോരേന്നാണ്. അത് മലയാളത്തിൻ്റെതല്ല. മലയാളത്തിൽ പിന്നെ ലാ ഇല്ലായിട്ടാണ് വിചാരിക്കുക അല്ലാഹു എന്ന് എഴുതുന്നു. അറബിയിൽ ലാ ഉണ്ടായിട്ടും എന്ത് ചെയ്യുന്നു? എഴുതുന്നത് ഇല്ല തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു എന്നല്ലേ പറയേണ്ടത് എന്നതാണ് ചോദ്യം. കേരളത്തിന്റെ പുറത്തു പോയ ആളുകൾക്ക് മാത്രമല്ല, കേരളത്തിന്റെ പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നവർ ഇപ്പോൾ നാട്ടിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് തന്നെ അറിയാം. ആദ്യമൊക്കെ കേരളത്തിന് പുറത്തു പോയാലും തന്നെ പറയേണ്ടി വരും. ഇപ്പൊ അത് വേണ്ട. ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ആസാമിൽ നിന്നും ഡൽഹിയിൽ നിന്നും ഒക്കെ വന്ന് നമ്മളെ ഇമാമിങ്ങളുണ്ട്, ബാങ്ക് കൊടുക്കുന്നവരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരു ബാങ്ക് കൊടുക്കുക. അങ്ങനെ പറയാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാ പറയാം. നമ്മളെ കൂടെ കുറച്ച് ശീലമായാലും ഒരു എന്ത് ചെയ്യുന്നല്ലേ അള്ളാഹ്. നമ്മളെ ശീലം കൊണ്ടോല് അങ്ങനെ ആക്കും. അല്ലെങ്കിൽ നമ്മളോല് തിരുത്തുന്നതാണ്. അങ്ങനല്ല, അങ്ങനെ ആക്കണം, ഓല് ഇടങ്ങേറാവുന്നിട്ട് അത് പറയാൻ. അപ്പൊ ഉറുദുക്കാരൊക്കെ സാധാരണ അല്ലാഹു എന്നാണ് പറയാം. ഇനി നമ്മൾ തന്നെയും എല്ലാ സ്ഥലത്തും ഇതിനല്ലാ എന്നല്ല പറയുന്നത്. അഊദു ബില്ലാഹി ബിസ്മി ഇല്ലാഹി, അല്ലേ? അല്ലാണ്ട് ബിസ്മില്ലാഹി എന്നറിയോ?
ഇല്ല, ബിസ്മില്ലാഹി, അഊദു ബില്ലാഹി. അപ്പൊ അവിടൊക്കെ എല്ലാം തന്നെയാണ് നമ്മളും പറയുന്നത്. അപ്പൊ ശരിക്കും എന്താ പറയേണ്ടത് എന്നൊരു ചർച്ച. അപ്പൊ അവിടെ നമ്മളിപ്പോ സ്വീകരിച്ചത് എന്താന്ന് ചോദിച്ചാൽ, അറബികൾ അള്ളാഹു എന്നാണ് പറയുന്നത്. ഇതേതാ ഭാഷ? അറബിയാണ്. അപ്പൊ പിന്നെ അത് പറഞ്ഞുതരാൻ ഏറ്റവും നല്ല ആരാണ്? അറബികൾ തന്നെയല്ലേ. അറബി ഭാഷ അറബികൾ തന്നെയല്ലേ പറഞ്ഞുതരാൻ നല്ലത്. അപ്പൊ പേർഷ്യക്കാരും ഉറുദുക്കാരും ഒക്കെ ഇത് അല്ലാഹു എന്നാണ് പറയാറുള്ളതെങ്കിലും അറബികൾ അറബി ഭാഷ പറയേണ്ടത് അവരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു എന്നാണ് അറബികൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? അള്ളാഹു എന്ന് പറയും. അപ്പൊ ഏതെങ്കിലും ഒരാൾ അല്ലാഹു എന്ന് പറഞ്ഞാൽ നമ്മളോലെ പിന്നാലെ കൂടി ഇടങ്ങാറാക്കാനൊന്നും പോകണ്ട. ഉറുദുക്കാരങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് പറയേണ്ടത് എന്നുള്ളൊരു പക്ഷവും ഉണ്ട്. നമ്മൾ സ്വീകരിച്ചത് അള്ളാഹു എന്ന് പറയണം എന്നാണ്. അതിന്റെ ഒരു കാരണം അത്രേ ഉള്ളൂ. അറബികൾ എന്താ പറയാ? അള്ളാഹു. ഇപ്പൊ മദീനത്തൊക്കെ നമ്മൾ പോയാല് അവിടെ ഖുർആൻ ഓതുന്നതൊക്കെ നമ്മൾ ഓതുന്നത് പോലെയാണ്, അല്ലെങ്കിൽ മദീനക്കാർ ഓതുന്ന പോലെയാണ് നമ്മൾ ഓതുന്നത്. തിരിച്ചാണ്. അറബികൾ അറബി ഭാഷ ഉച്ചരിക്കുന്നത് പോലെ ഉച്ചരിക്കാൻ കഴിയുക മലയാളികൾക്കാണ്. അത് അറബികളും മലയാളികളും തമ്മിൽ അതിപുരാതന കാലത്തെ ഉണ്ടായിരുന്ന വ്യാപാര ബന്ധം കൊണ്ട് രൂപപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പേരുകൾ പോലും നമ്മൾ അറബി പേരുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു. ഉത്തരേന്ത്യക്കാര് അറബി പേരല്ല അധികം ഉപയോഗിക്കുന്നത്. അറബി പേരല്ല. നമ്മളുടെ സാധാരണ മലയാള ഭാഷയിലേക്ക് തന്നെ അറബിയിൽ നിന്ന് ധാരാളം വാക്കുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ അവരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗം. അപ്പൊ ഇവിടെ നമ്മളിപ്പോ എന്ത് പറയുന്നു? അള്ളാഹു തന്നെ പറയുന്നു. എന്താണ് അള്ളാഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ സാക്ഷാൽ ഇലാഹു. അതാണ്. അത് മുസ്ലിങ്ങളുടെ ദൈവം എന്നല്ല, അറബികളുടെ ദൈവം എന്നല്ല, ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിന്റെ എന്നൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരുടേതുമായ സാക്ഷാൽ ഇലാഹ് ആരാണോ അവനെയാണ് എന്ത് പറയുക? അള്ളാഹു എന്ന് പറയുക. ആ അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. നജറാനിൽ നിന്ന് ക്രൈസ്തവരായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് നിവേദനവുമായിട്ട് വന്ന വളരെ പ്രസിദ്ധമായ ഒരു സംഭവമുണ്ട്. ഹിജറ 9-ാം വർഷം നിവേദനങ്ങളുടെ വർഷം എന്നറിയപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ അറബ് നാടിന് ചുറ്റുമുള്ള വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമുമായിട്ട് ബന്ധം ചേർക്കാൻ വേണ്ടി, നയതന്ത്ര ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് വന്നുകൊണ്ടിരുന്നു. നമ്മൾ മനസ്സിലാക്കണം, ആദ്യം ഉണ്ടായിരുന്ന സാഹചര്യം ഇസ്ലാമിനെ എതിർക്കുന്ന സാഹചര്യമായിരുന്നു. മക്കത്തു നിന്നും തന്നെ എതിർപ്പായിരുന്നു. ആരും സ്വീകരിക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും എറിഞ്ഞൊഴുകയായിരുന്നു. മദീനത്തേക്ക് വന്നതിന് ശേഷവും വമ്പിച്ച രീതിയിലുള്ള ആക്രമണങ്ങളും മർദ്ദനങ്ങളും യുദ്ധങ്ങളും പുറം രാജ്യത്തുള്ളവർക്ക് യുദ്ധത്തിന് വന്നതായിരുന്നു. പക്ഷെ പിന്നീട് ഇസ്ലാം അതിന്റെ മനോഹരമായ ജീവിത വ്യവസ്ഥ സ്ഥാപിച്ച് നടപ്പിലാക്കി മുന്നോട്ട് പോയപ്പോൾ ആ ഇസ്ലാമിക രാഷ്ട്രവുമായിട്ട് ബന്ധം ചേരാൻ മത്സരിക്കുന്ന ഒരു സ്ഥിതിയാണ് പിന്നീട് ഉണ്ടായത്. ഹിജറ 9-ാം വർഷം എന്നൊക്കെ പറഞ്ഞാൽ നബിയുടെ ദൗത്യം ഏകദേശം പൂർത്തിയായി വരുന്ന ഒരു സമയമാണ്. കാരണം ഹിജറ കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞ് റസൂൽ വഫാത്തായില്ലേ. മദീനയിലാകെ 10 കൊല്ലമല്ലേ നിന്നിട്ടുള്ളൂ. അപ്പൊ 9-ാം കൊല്ലം എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദൗത്യ പൂർത്തീകരണത്തിന്റെ സമയമാണ്. അപ്പോഴേക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരും ബന്ധം ചേർക്കാനാണ് വരുന്നത്. ഈ നയതന്ത്ര ബന്ധം അങ്ങനെയാണ്. വ്യത്യസ്ത രാജ്യങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ ഉണ്ടാവുകയും ഇല്ലാതാവുകയും ഒക്കെ ചെയ്യും. ഒരു കാലത്ത് നമുക്ക് തന്നെ ഓർമ്മയുള്ള ഈ അടുത്ത കാലത്ത് താലിബാൻ എന്ന് പറഞ്ഞാൽ തീവ്ര ഭീകര സംഭവമായിരുന്നു. ഇപ്പൊ നമ്മളെ രാജ്യം അഫ്ഗാനിലെ താലിബാൻ സർക്കാരുമായിട്ട് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ താലിബാനെ
ഭീകരവാദികളായിട്ട് കണ്ടെടുത്തുനിന്ന് മാറിയിട്ട് അതിനെ ഒരു ഭരണകൂടമായിട്ട് കാണുന്നിടത്തേക്ക് നമ്മൾ മാറുന്നു. നമ്മുടെ രാജ്യം മാറുന്നു. നമ്മുടെ രാജ്യത്തിന് ഗാന്ധിജിയുടെ കാലത്തോ നെഹ്റുവിന്റെ കാലത്തോ ഇന്ദിരയുടെ കാലത്തോ ഒന്നും ഇസ്രായേലുമായിട്ട് നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിനെ നമ്മൾ അംഗീകരിച്ചിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങൾ ആരംഭിച്ചു. നരസിംഹറാവുവിന്റെ കാലത്ത് തന്നെ അതിന്റെ ചില നീക്കങ്ങൾ തുടങ്ങി. ഇപ്പോൾ നമ്മളെ ആളുണ്ടല്ലോ, ആര്? മോദി എന്ന് പറഞ്ഞാൽ നമ്മളേതോ പള്ളി കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളായി തോന്നുന്നു. മോദി എന്ന് പറഞ്ഞാലാണ് മറ്റേത് മോദിക്കാന്നൊക്കെ പറഞ്ഞ നമ്മൾ നോക്കും. അപ്പോ അദ്ദേഹത്തിന് വമ്പിച്ച ഫ്രണ്ട്ഷിപ്പാണ് ആരുമായിട്ട്? ഇസ്രായേലുമായിട്ട്. അവിടുത്തെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയെ നമ്മളെ നാട്ടിലെ പട്ടാളക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ കൊണ്ടുവരുന്നിടത്തോളം ആ ബന്ധം വളർന്നു. അത് തെറ്റായ നടപടിയാണ്, മോശമാണ്, ഇന്ത്യയുടെ പാരമ്പര്യത്തിനെതിരാണ്, ഇന്ത്യയുടെ സംസ്കാരത്തിനെതിരാണ് എന്നൊക്കെ നമ്മൾ പറയുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ബന്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അങ്ങനെയാണ്. ഇന്നത്തെ ബന്ധമല്ല നാളത്തെ ബന്ധം. യമനുമായിട്ട് നയതന്ത്ര ബന്ധം ഇല്ല. പക്ഷെ യമനിലെ പ്രശ്നം എന്ന് വെച്ചാൽ അവിടെ തന്നെ എന്തില്ല, അവിടെ ആരോടായി ബന്ധം ഉണ്ടാക്കുക, അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. ഞാൻ അവിടെ വ്യവസ്ഥാപിതമായ സർക്കാരല്ല, അവിടെ അങ്ങനെയുള്ള ഒരു കഥയാണ്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച മദീനയിലെ ഇസ്ലാമിക ഗവൺമെന്റുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ ആളുകൾ ആവേശപ്പെട്ടു വരുന്ന ഒരു സാഹചര്യമാണ് അവസാന കാലത്തേക്ക് ഉണ്ടായത്. അങ്ങനെ നജ്റാനിൽ നിന്ന് ക്രൈസ്തവർ വരുമ്പോൾ അവരുടെ അമീറുണ്ട്, അവിടുത്തെ ഭരണാധികാരി ഉണ്ട്, അവരുടെ നേതാക്കന്മാരുണ്ട്, എല്ലാവരും കൂടിയിട്ടാണ് വന്നത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പ്രസിദ്ധമായ ആ സംഭവം. മദീനയിൽ മസ്ജിദ് നബവിയിൽ വെച്ച് നബിക്ക് ഒരു ഓഫീസുള്ളൂ. നബിന്റെ ഓഫീസ് മദീനയാണെങ്കിലും മസ്ജിദ് നബവിയാണ്. കോടതിയും പാർലമെന്റും ഒക്കെ അവിടെ തന്നെയാണ്. വീടും അതിനോട് ചേർന്നിട്ടാണ്. എല്ലാ ചർച്ചകളും അവിടെ വെച്ചാണ് നടക്കുക. അങ്ങനെ അപ്പൊ ഇവരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്ക് പ്രാർത്ഥനയ്ക്ക് നേരമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു എന്നാണ്, നിങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിച്ചോളി എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ ഇസ്ലാമിന്റെ ഒരു വല്ലാത്ത വിശാലമായ സംഗതികളായിട്ട് എടുത്തു പറയാറുണ്ട്. കാരണം ഇസ്ലാം മേലെ നിൽക്കുമ്പോഴാണ് പറയുന്നതല്ല. ഇസ്ലാം മറ്റവരുടെ മുമ്പിൽ താഴ്ന്നു നിൽക്കുന്ന സമയത്തല്ല അത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ വേറെ രക്ഷയില്ലായിട്ട് പറഞ്ഞാന്ന് വിചാരിക്കാം. ഇതല്ല. ഇത് നബി മേലെ നിൽക്കുമ്പോൾ, നബിയുടെ താഴെ മറ്റുള്ളവർ വന്ന് നിൽക്കുമ്പോഴാണ് നബി എന്ത് ചെയ്യുന്നത്? ഈ വിശാലത കാണിക്കുന്നത്. ആ സംഭവമൊക്കെ അറിയാം. അപ്പോ ഇവര് വന്നത് എന്തിനാണ്? ഇവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവരെ സംബന്ധിച്ച് മുഹമ്മദ് നബി നബിയാണെന്ന് അംഗീകരിക്കണില്ല. ഒരേ അറബികളുടെ കൂട്ടത്തില് ഒരാള് എന്നിട്ട് പിന്നെ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. ഒരു കുറെ സംഗതിയൊക്കെ ഇങ്ങനെ ആവുന്നു. സംസാരിച്ചു നോക്കാം, ചിലപ്പോ നമ്മള് കൂടുതൽ കിട്ടിയാലോ. കിട്ടുകയാണ്, വലിയ കിട്ടലാണ്. ഒരു രാജ്യം മൊത്തം കിട്ടും പോലും പ്രതീക്ഷിച്ചു വരുന്നത് അതാണ്. നമ്മൾ തന്നെ അങ്ങ് മാറ്റാന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് ഇനി അഥവാ മാറിയില്ലെങ്കിൽ നമ്മളുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയാൽ ആ നിലക്കും നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് മെച്ചങ്ങൾ ഉണ്ടാവും. അങ്ങനെ വലിയ മെച്ചങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവരുടെ വിശ്വാസം അള്ളാഹു മൂന്നിലൊരുവനാണെന്നാണ്, അല്ലെ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പോ ഇതിൽ ഒന്നാണ് അള്ളാഹു. അപ്പൊ ഇവരോടുള്ള സംസാരം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ ആയത്തിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാത്ത ഒരു ഇലാഹും ഇല്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. നിങ്ങളല്ലേ പറഞ്ഞത് ഈസാനെ കുരിശിൽ തറച്ചു, അല്ലെ? യേശുവിനെ കുരിശിൽ തറച്ചു. കുരിശിലേറ്റപ്പെടുമ്പോൾ യേശു, കർത്താവേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് വിലപിച്ചു എന്ന്. അപ്പോൾ അങ്ങനെ വിലപിക്കുന്നവനാണോ ദൈവം? അങ്ങനെ ക്രൂശിക്കപ്പെടുന്നവനാണോ ദൈവം? ക്രൂശിക്കപ്പെടുമ്പോൾ ജീവൻ നഷ്ടപ്പെടുന്നവരാണോ ദൈവം?
അൽ ഹയ്യാണ് ദൈവം. നമ്മളൊക്കെ ഹയ്യാണ്, നമ്മളൊക്കെ ഹയാത്തിലുള്ളവരാണ്, നമുക്ക് ജീവിച്ചിരിക്കുന്നവരാണ്. പക്ഷെ അൽ ഹയ്യ് അല്ല, എന്നെന്നും ജീവിച്ചിരിക്കുന്നവരല്ല. നമ്മളെങ്ങനെ ജീവിച്ചോണ്ടിരിക്കുമ്പോ അങ്ങ് മരിച്ചു. നമ്മളെ ക്ലാസ്സിൽ വന്ന ആൾക്കാർ തന്നെ പലരും മരിച്ചുപോയി. ഓലിപ്പോ നമ്മളടുത്തില്ല, ക്ലാസ് കേൾക്കാനൊന്നുമില്ല. അവരെ പ്രതിഫലം പ്രതീക്ഷിച്ച് ബർസഖിൽ കഴിയണം. അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാണ്. അപ്പോ പക്ഷെ അള്ളാഹു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് വെച്ച് ജീവിതം അവസാനിക്കുന്ന ആളല്ല. അൽ ഹയ്യ് എന്നാണ്. അൽ ഖയ്യൂം, നിയന്ത്രണമുണ്ട് എന്ന് മാത്രമല്ല സർവകാലവും നിയന്ത്രിക്കുന്നവനാണ്. നമ്മൾ ആയത്തുൽ കുർസിയിൽ അത് പറഞ്ഞല്ലോ, ലാ തഖുദുഹു സിനത്തും വലാ നൗം. ഇതിന്റെ വിശദീകരണമാണത്. അവിടെ അങ്ങനെ വിശദീകരിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ എത്രേ പറയുന്നുള്ളൂ, ഹയ്യുൽ ഖയ്യൂമിനെ പറയുന്നുള്ളൂ. ബാക്കി നമ്മൾ ആ പഠിച്ചത് ഓർമ്മിക്കണം. അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം. അവനെ ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല. നമ്മുടെ ഭൂമിയിലുള്ള സെക്യൂരിറ്റി സിസ്റ്റം, അതിന്റെ കോലാണ് ഇപ്പൊ ഗോവിന്ദസ്വാമിയിലൂടെ നമ്മൾ കണ്ടത്. ഒരു കൈയില്ലാത്തവൻ, നമ്മൾ ഈ അമലിനെ കുറിച്ച് പറയല്ലോ, അമലുകൾ ചെയ്യുമ്പോ നമ്മൾ പറയും, കണ്ടില്ലേ കാലും കൂടില്ലായിട്ട് ഓൻ ഇങ്ങനെ ഇത്രയും ചെയ്യുന്നത് കണ്ടില്ലേ, നിസ്കരിക്കണേ കണ്ടില്ലേ. ഇതേപോലെ കണ്ണൂർ ജയിലിലുള്ളവരിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, ഒരു കയ്യും കൂടി ഇല്ലായിട്ട് ഓൻ ചാടിയില്ലേ, പിന്നെ രണ്ട് കൈയുള്ള ഞാനൊക്കെ ഇപ്പൊ എന്തിനിരിക്കുകയാണ് ഇവിടെ, എനിക്കും ചാടിക്കൂടെ എന്നായിരിക്കും ഒരു ചിന്തിക്കുന്നുണ്ടാവും. പിന്നെ ഒരു കഞ്ഞി വാങ്ങുമ്പോ കുറച്ച് ഉപ്പ് അധികം വാങ്ങും, ഈ കമ്പിമ്മ തേച്ചു കൊടുത്താല്. ഉപ്പ് തേച്ച് ഇത് വളഞ്ഞു എന്നാണ് ഇപ്പൊ പറയുന്നത്. അതൊക്കെ ഗോവിന്ദസ്വാമിയിലൂടെ ഇവര് പഠിച്ചു. അയാൾ ആള് തർക്കടില്ല. കാരണം ഈ സാധനം തേച്ച് ഇത് ചെറുതാവുമെന്നും ഭക്ഷണം കുറച്ച് കമ്പിന്റെ ഉള്ളിൽ കൂടി വരാൻ കഴിയുന്നു, പിന്നെ ഈ തുണി ഇട്ട് കയറുമ്പോ തുണി കീറിപ്പോലെ ഓവർ കനുണ്ടെങ്കിൽ തടിയൊക്കെ ഒന്ന് കുറച്ചാലാണ് ഇതിന്റെ ഉള്ളിൽ കൂടി ഇറങ്ങാൻ കഴിയാന്നൊക്കെ. പിന്നെ അങ്ങനെ ഊരി ഇറങ്ങിയാൽ പോലും പായൽ പോലും ഇളകാതെ എങ്ങനെ ഇറങ്ങാം എന്നൊക്കെ അയാൾക്ക് മനസ്സിലായല്ലോ. കാരണം ആ ചുമരിന്റെ മുകളിൽ നിറച്ചും പായലും പൂപ്പലും പിടിച്ച് കിടക്കുകയാണ്. എന്നാൽ ഇയാൾ ഇറങ്ങിയ സ്ഥലത്തെങ്കിലും അവിടെ ഒരു കാല് വരുത്തിയ അടയാളോ ഒരു പൂപ്പല് പോയ അടയാളം ഒന്നും കാണുന്നില്ല പിന്നെയുള്ള ഫോട്ടോയില്. അപ്പൊ അത്ര വിദഗ്ധമായിട്ട് അയാളെ ഇറങ്ങി. അങ്ങനൊന്നും പറയാൻ പാടില്ല. നമ്മൾ അയാളെ മാത്രമേ കുറ്റം പറയാൻ പാടുള്ളൂ. കാരണം അയാളെ കുറ്റം പറഞ്ഞാല് അയാൾക്കും വേണ്ടി സംസാരിക്കാൻ ആരുമില്ലല്ലോ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അയാളെ തന്നെ കുറ്റം പറയാം. അതെ, അതോടെ മാഷ് പറഞ്ഞത് ഗോവിന്ദസ്വാമിക്ക് ഒരു സ്വീകരണം കൊടുക്കണം. അപ്പൊ നമ്മളെ വിഷയത്തിലേക്ക് വരും. അപ്പൊ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ പ്രശ്നം, എത്ര വലിയ കാവൽക്കാരനാണെങ്കിലും അയാൾ മയങ്ങിപ്പോകും, അയാൾ ഉറങ്ങിപ്പോകും, അയാൾക്ക് വിശ്രമം വേണ്ടി വരും. ഇനി CCTV ക്യാമറയും സംവിധാനം എല്ലാം ഉണ്ടെങ്കിലും ചിലപ്പോ അത് എററാവും, ചിലപ്പോ ചിലത് പതിയൂല. അള്ളാഹു അൽ ഖയ്യൂമാണ്, നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. ലാ തഖുദുഹു സിനത്തും വലാ നൗം. അള്ളാഹുവിന് ഉറക്കവുമില്ല മയക്കവുമില്ല. ഞാൻ ഉറക്കവും മയക്കവും തമ്മിൽ വ്യത്യാസം മുമ്പ് പറഞ്ഞു തന്നിരുന്നു. ഉറക്കം നമ്മൾ രാത്രി ഉറങ്ങുന്നത്, മയക്കം ഇപ്പൊ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നത്, അത് ഞാൻ പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഉറങ്ങണമെന്ന് വിചാരമില്ലാതെ അങ്ങനെ പോയി പോണേനാണ് എന്ത് പറയാ, മയക്കം എന്ന് പറയാം. ചിലര് വണ്ടി ഓടിക്കുമ്പോഴൊക്കെയാണ് മയങ്ങ, അതിന്റെ തീരുമാനം പിന്നെ വേഗം ആയി കിട്ടുകയും ചെയ്യും. ഉറങ്ങാന്ന് പറഞ്ഞാൽ എന്താണ്, കരുതി കൂട്ടി പോയി ഉറങ്ങും. മയങ്ങാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങണമെന്നുള്ള വിചാരമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാ, അങ്ങനെ മയങ്ങിപ്പോവുക. പലപ്പോഴും മയങ്ങുന്ന ആളുകൾ സമ്മതിക്കൂല, ഞാൻ മയങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിക്കൂല. ഓല് ക്ലാസ്സിലൊക്കെ ഇരുന്ന് മയങ്ങിയാലും ഓല് തൊട്ടടുത്ത ആള് ഉണർത്തിയാല് ഓല് എന്തിനെ പിടിച്ച് കുലിക്കത് എന്ന സ്വഭാവത്തിലാണ് നോക്കുക. അല്ലാതെ ഞാൻ മയങ്ങിപ്പോയി എന്നെ വിളിച്ചോണത്തേന് താങ്ക് യു എന്ന നിലക്കല്ല നോക്കുക. അങ്ങനെ പിടിച്ച് കുലിക്കത് ഞാനിത് ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണല്ലോ
എന്ന് കേൾക്കുക, ചിന്തിക്കാണല്ലോ എന്നൊക്കെയാണ് പറയാം. അപ്പൊ ഇത് രണ്ടും പടച്ചറബിനെ സംബന്ധിച്ചില്ല. അപ്പൊ ഒരു വിശ്രമം ഉണ്ടാവേണ്ട, മയക്കമുണ്ടാകേണ്ട ഒരു കാര്യവും ഇല്ല. അപ്പോൾ അള്ളാഹു അൽ ഖയ്യൂമാണ്. എല്ലാ നേരത്തും നിയന്ത്രണം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിന്റെ കയ്യിലാണ്. ഇത് നമുക്ക് നൽകുന്ന ആശ്വാസത്തിനും അതിരില്ല. കാറ്റടിക്കുമ്പോ നമ്മൾ ബേജാറാവും, സത്യത്തിൽ തന്നെ ബേജാറാവുമല്ലോ, വെറുതെ അല്ല, ശരിക്കും തന്നെ ബേജാറാവും. പക്ഷെ ഒരളവിലപ്പുറം ബേജാറാണ്ടില്ല. എന്താ കാരണം? ഇതൊന്നും പഠിച്ചോനറിയായിട്ട് നടക്കല്ല. ഇതിന്റെ കൺട്രോളൊക്കെ ആരുടെ അടുത്താണ്? അള്ളാഹിന്റെ അടുത്താണ്. ഇടിവെട്ടുമ്പോ മിന്നറിയുമ്പോ നമ്മൾ ബേജാറാവും, സ്വാഭാവികം. മനുഷ്യൻ എന്നുള്ളവർക്ക് നമുക്കൊക്കെ ബേജാറാവും. പക്ഷെ ഒരു കണക്കിലധികം ബേജാറാണ്ട. കാരണം എന്താ? അൽ ഖയ്യൂമായിട്ട് ആരുണ്ട്? അള്ളാഹു ഉണ്ട്. അള്ളാഹു അറിയാതെ ഒരു മിന്നലങ്ങ് ഉണ്ടായി പോണില്ല. അള്ളാഹു അറിയാതെ ഒരു ഉരുൾപൊട്ടൽ സംഭവിക്കുന്നില്ല. അള്ളാഹു അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല, ഒരു കാറ്റും വീശുന്നില്ല. എങ്കിൽ പിന്നെ നമ്മളൊരു പരിധിയിലപ്പുറം എന്താവേണ്ടിയില്ല. മനുഷ്യ സഹജമായിട്ട് നമുക്ക് പെട്ടെന്ന് ഞെട്ടിപ്പോവുകയൊക്കെ ചെയ്യും, ഓക്കെ. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകേണ്ടതില്ല. കാരണം നമ്മളൊന്നും അൽ ഹയ്യല്ല, എല്ലാ കാലത്തും ഇവിടെ ജീവിച്ചിരിക്കുന്നവരല്ല. ഏതെങ്കിലും ഒരു കാരണത്താൽ നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. അതോടൊപ്പം എല്ലാറ്റിന്റെയും നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അതുകൊണ്ട് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു ക്രൂശിക്കപ്പെടുകയില്ല, അള്ളാഹു മരിച്ചു പോകൂല, അള്ളാഹു ജനിക്കൂല, അള്ളാഹിനെ ആരും പ്രസവിക്കൂല, അള്ളാഹു ഏകനാണ്. മനസ്സിലായില്ലേ? അള്ളാഹിനെ പ്രസവിക്കുന്നാണുള്ളവർ പറയണേ. അങ്ങനല്ല ദൈവപുത്രനായത്. ദൈവത്തിന് പുത്രൻ ഉണ്ടാവൂല. മറിയം ബീവി എന്ത് ചെയ്തു? പ്രസവിച്ചു എന്നാണല്ലോ. മറിയം ബീവി പ്രസവിക്കപ്പെടുന്ന അവസ്ഥയിലല്ല ആരുണ്ടാവുക? ദൈവം ഉണ്ടാവുക. ഇപ്പൊ ഇവരോടുള്ള സംസാരം തുടങ്ങുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ധാരാളക്കണക്കിന് ന്യായങ്ങൾ, വിഷയങ്ങൾ, സംഭവങ്ങൾ ആല ഇമ്രാനിൽ നമുക്ക് അള്ളാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിന്റെ തുടക്കമാണ്, അതിന്റെ ഒരു തലക്കെട്ടാണ്, അതിന്റെ ഒരു അടിസ്ഥാനം പറയാണ്. അള്ളാഹു എന്താണ്? ഏകനായ ഇലാഹാണ്. അവൻ അൽ ഹയ്യാണ്, അവൻ അൽ ഖയ്യൂമാണ് എന്നുള്ള പാഠമാണ് പറഞ്ഞു തരുന്നത്. ഇനി അതിന്റെ ബാക്കി കിതാബ് ഇറങ്ങിയതിനെ കുറിച്ച്, അതിന്റെ ഹക്കിനെ കുറിച്ച്, അതിൽ അള്ളാഹു അംഗീകരിച്ചതിനെ കുറിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. ഏതായാലും നമ്മൾ അൽ ബഖറ പൂർണ്ണമായി പഠിച്ചു. അതിനേക്കാൾ വേഗത്തിലും അതിനേക്കാൾ കുറച്ചുകൂടി കാര്യത്തിലും ആൽ ഇമ്രാൻ പഠിക്കാൻ നിങ്ങളെല്ലാവരും സന്നദ്ധരായിരിക്കണം. പരമാവധി കഴിയുമെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും തഫ്സീർ ഉണ്ടെങ്കിൽ അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. ഇനി തഫ്സീർ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തഫ്സീർ വാങ്ങുന്നത് നല്ലതാണ്. അമാനി മൗലവിയുടെ തഫ്സീറോ തഫീമുൽ ഖുർആനോ അല്ലെങ്കിൽ ഖുർആൻ ബോധനമോ അല്ലെങ്കിൽ ഫീ ദിലാലുൽ ഖുർആനോ ലൈബ്രറിയിലുണ്ട്, പള്ളിയിൽ നിന്ന് വേണേൽ എടുക്കാം, മൊബൈലിലുണ്ട്, അങ്ങനെ ചെയ്യാം. ഇനി മൊബൈൽ വായനയെക്കാട്ടിലൊക്കെ ഒരു പുസ്തകം വായിക്കുന്നതിന്റെ ഒരു ടച്ചിങ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങി വായിക്കാം. എന്തായാലും നമ്മുടെ ക്ലാസ്സിന്റെ കൂടെ ഒരു വായന സപ്പോർട്ടും കൂടി നിങ്ങളുടെ അടുത്തുനിന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇത് കൂടുതൽ പ്രയോജനകരമാം വിധം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, ഉപകാരമില്ലാത്ത അറിവിൽ നിന്ന്, ശമനമില്ലാത്ത രോഗങ്ങളിൽ നിന്ന്, വീട്ടിൽ തീർക്കാൻ കഴിയാത്ത കടബാധ്യതകളിൽ നിന്ന്, മരണസമയത്തെയും ഖബറിലെയും പരലോകത്ത് നരകത്തിന്റെയും അദാബുകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.